ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒന്നുണ്ടല്ലോ. ഇന്നിതാ നമ്മൾ പോകുന്നത് കുറച്ച് റംബുട്ടാനും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും വാങ്ങിക്കാനാണ് കേട്ടോ. അതെന്ത് പ്രത്യേകിച്ച് പറയുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കടയിൽ നിന്നല്ല വാങ്ങിക്കുന്നത്. നമ്മളിതൊരു വിളവെടുക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാവർക്കും മിക്ക ഉള്ളവർക്കും അറിയാവുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ ഭരതന്നൂരിലുള്ള തണ്ണിച്ചാലിലുള്ള ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടും റംബുട്ടാനും വിളവെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്കും അതുപോലെ തന്നെ ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് ഫ്രഷ് സാധനങ്ങളും കിട്ടും. അപ്പോൾ ഇത് വന്നിട്ട് ഫാം ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. നമ്മുടെ തണ്ണിച്ചാൽ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഔട്ട്ലെറ്റ് ഉള്ളത്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ അകമുള്ളത്. നമ്മളിതാ ചെന്നിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നോർമലി എപ്പോഴും പുറത്തുനിന്നാണ് മേടിക്കുന്നത്. നമ്മൾ വിചാരിച്ച ഔട്ട്ലെറ്റിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഉള്ളത് ഡ്രാഗൺ ഫ്രൂട്ട്. അവിടെ വിളവെടുക്കുന്നു, കൊണ്ട് സ്റ്റോക്ക് ഇടുന്നു, തീരുന്നു, സ്റ്റോക്ക് ഇടുന്നു, തീരുന്നു, സ്റ്റോക്ക് ഇടുന്നു. അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ചെറിയ ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ടായിരുന്നു, വലിയ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ചെറിയ വരിക്ക പോലത്തെ നമ്മുടെ റംബുട്ടാൻ ചെറുതുണ്ടായിരുന്നു, വലുതും ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഏതൊക്കെ ഇനത്തിലുള്ള മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് എന്തോ ഡ്രൈ പൗഡേഴ്സ്, അതുപോലെ ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. അതായത് കൂടുതലും നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബനാന, അതുപോലെ മാംഗോടത്, അതുപോലെ എന്താണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇതിൻ്റെയൊക്കെ ഒരു ശേഖരണം തന്നെ ഈ ഒരു ഔട്ട്ലെറ്റിൽ ഉണ്ട് കേട്ടോ. ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഡ്രൈഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെതാണ് കേട്ടോ. ഇത് റേറ്റ് വന്നിട്ട് 250 രൂപയാണ്. ഇത് നമുക്ക് ഡ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്, നോർമലി നമ്മൾ വാങ്ങിക്കും പോലെ. പിന്നെ അതാ കൊമ്പൂച്ച. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആണ് കൊമ്പൂച്ച. നോർമലി നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതല്ലേ. പിന്നെ അതാ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്ക് എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. അതായത് ഇവിടെ തീരുന്നതനുസരിച്ചിട്ട് അവര് അകത്തുനിന്ന് പിന്നും വീണ്ടും സ്റ്റോക്ക് എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ ഇതായിരുന്നു പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് കൊണ്ട് ഇട്ടതായിരുന്നു കേട്ടോ, ഈ ഒരു ബോക്സിൽ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേ നല്ല വരിക്ക പോണതും നല്ല റെഡിഷ് ആയിട്ടുള്ളതും ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും. നോർമലി നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ കാട്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ അതെടുത്ത് നിന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. അപ്പം കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ചധികം എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള കുറച്ച് പൗഡേഴ്സ് ഞാൻ ഒന്ന് പറയാം. അതുപോലെ തന്നെ ഇത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇതില്ലേ ബട്ടർഫ്ലൈയുടെ പീ ഫ്ലവർ, അതാണ് കേട്ടോ. അത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വന്നിട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 130 കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ ബനാന പൗഡറുണ്ട്. നമുക്ക് നമ്മുടെ ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പൗഡറാണ്, നേന്ത്രയുടെ ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150 കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് സ്ലൈസസ് ആക്കിയിട്ട് അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് 100 ഗ്രാം 300 ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതിൽ നിന്നും ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങയുടെ ഫ്ലവറാണ് കേട്ടോ. മുരിങ്ങ ഫ്ലവർ പൗഡറാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡ്രൈഡ് മുരിങ്ങേനെ പിന്നെ ഇവർ കൊണ്ടുപോയിട്ട് പൗഡറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ റംബുട്ടാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതും എടുത്തിട്ടുണ്ടായിരുന്നു, വലുതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ആഗ്രഹം കൊമ്പൂച്ച കുടിച്ചാലോ എന്നൊരാഗ്രഹം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ, അങ്ങനെ അതും മേടിച്ചു. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 100 കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഇക്കാലത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. ഈ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലേവർ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ തന്നെ റംബുട്ടാൻ, ചെറുതും വലുതും ഡ്രാഗൺ ഫ്രൂട്ടും എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കളർ വ്യത്യാസമൊന്നുമില്ല, മറ്റേ വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഡാർക്ക് മജന്ത ഉണ്ടല്ലോ. അപ്പം ഡാർക്ക് മജന്ത ഇത് തന്നെ കേട്ടോ ഇപ്പോഴത്തെ വിളവെടുപ്പിലുള്ളത്. നമ്മളങ്ങനെ കഴിഞ്ഞു. ഔട്ട്ലെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ കാറിൽ കയറി സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു. അപ്പം സ്ഥലം വന്നിട്ട് നമ്മുടെ ഭരതന്നൂരിൽ നിന്ന് വട്ടക്കരിക്കകം തണ്ണിച്ചാൽ റോഡ്, തണ്ണിച്ചാലിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് കേട്ടോ. ഇനി ഈ ഔട്ട്ലെറ്റിൻ്റെ ഇടതുഭാഗത്ത് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഔട്ട്ലെറ്റിൻ്റെ പുറകിലായിട്ടാണ് റംബുട്ടാൻ്റെ കൃഷി. അപ്പോൾ നല്ല പച്ചപ്പിൽ നല്ല വ്യാപകമായിട്ട് തന്നെ ഒരു കൃഷി ചെയ്യുന്നുണ്ട്, വിളവെടുപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് കാണുമ്പോൾ, അതുപോലെ തന്നെ വാങ്ങിക്കുന്നത്. ബൈ ബൈ.